യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ ധ്യാനിക്കാം. ഓശാന അതൊരു ജനസമൂഹത്തിൻ്റെ നിലവിളിയായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ഒരു ഘോഷയാത്രയുടെ ആരവം. ക്ലേശങ്ങളുടെ നടുവിലൂടെ കടന്നു പോവുകയായിരുന്ന ഇസ്രായേൽ ജനത ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് യേശു രക്ഷകനായി കടന്നു വരുന്നത്. യേശുവിൻ്റെ വാക്കും പ്രവൃത്തികളും ജനങ്ങളെ ഇവനൊരു രാജാവാണെന്ന നിഗമനത്തിൽ കൊണ്ടെത്തിച്ചതിനാലാവാം അവർ ഓശാന പാടി യേശുവിനെ വരവേറ്റത്. ആർപ്പ് വിളിച്ചവർ ഓശാന രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ പെരുമ്പറയെന്ന് കരുതി. എന്നാൽ കഴുതപ്പുറത്ത് സഞ്ചരിച്ച ക്രിസ്തുവിന് അത് ദൈവരാജ്യത്തിൻ്റെ ആഹ്വാനം മാത്രമായിരുന്നു. ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതിനായി ഇതുവരെ ആരും ഉപയോഗിക്കാത്തൊരു മൃഗത്തെ, അതായത് കഴുതയെയാണ് ഉപയോഗിക്കുന്നത്. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കഴുതയോളം നീ താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ ക്രിസ്തുവിനെ സംവഹിക്കാൻ പാകമായി എന്നതാണ്. കാരണം എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ക്രിസ്തുവിൻ്റെ നിർദ്ദേശം ഇന്ന് എളിമപ്പെടുന്നവരെ നോക്കിയാണ്. ഊരും പേരുമില്ലാത്ത ആരവങ്ങൾ കൊണ്ടും ആർപ്പുവിളികൾ കൊണ്ടും ജെറുസലേം വീഥികളെ പ്രകമ്പനം കൊള്ളിച്ച ജനങ്ങളിൽ 3 തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഈശോയുടെ ശിഷ്യന്മാർ, ഓശാന ആരവം ഉയർത്തുന്ന തീർത്ഥാടകരും സ്ത്രീകളും, ആരാണിവൻ എന്ന് ചോദിക്കുന്ന ജെറുസലേം നിവാസികളും നിയമജ്ഞരും. അവനെ സ്വീകരിക്കുന്നവരും നിരാകരിക്കുന്നവരും അവിടെ ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തിൽ തന്നെ അവനെ ഒന്ന് സ്പർശിക്കണമെന്ന ആഗ്രഹവുമായി അവനിൽ നിന്ന് ശക്തി വരുന്നത് കാണാനായി ആഗ്രഹിച്ചവർ ഉണ്ടായിരുന്നു. ഇവനെ വധിക്കണമെന്നും ഇവനെ നശിപ്പിക്കണമെന്ന ആഗ്രഹവുമായി കടന്നു വന്നവരും ഉണ്ടായിരുന്നു. അതിനാലാണ് ഈശോയെക്കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞ് അവൻ്റെ വചനം കേട്ട ജനത തന്നെ അവനെ മലമുകളിൽ നിന്ന് താഴേക്കിട്ട് കൊല്ലാൻ ആഗ്രഹിച്ചത്. പിന്നീട് അപ്പം ഭക്ഷിച്ച് തൃപ്തരായവർ യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ വചനം കേട്ട് ഗ്രഹിക്കാതെ പോകുന്ന ജനസമൂഹവുമുണ്ട്. പ്രിയരെ, ഈ ഓശാന യാത്രയ്ക്ക് ശേഷം ഒരു യാത്ര കൂടി ബാക്കിയുണ്ട്. അത് കുരിശിൻ്റെ യാത്രയാണ്. മുന്നിലുള്ള ദിനങ്ങൾ വിശുദ്ധമാണ്. സ്നേഹത്തെ പ്രതി കടന്നു വരുന്നവന് സഹനവും മരണവുമാണ് മുന്നിലുണ്ടായിരുന്നത്. ഓർക്കുക, നമ്മുടെയും ദിനങ്ങൾ വിശുദ്ധമാകുന്നത് ആ സഹനങ്ങൾ സ്നേഹത്തെ പ്രതിയാകുമ്പോഴാണ്. ഓശാന ഞായർ പ്രദക്ഷിണവും കുരിശിൻ്റെ വഴിയും യേശു കടന്നുപോയ നമ്മുടെയും ജീവിത വഴികൾ കൂടിയാണ്. രക്ഷ അത് കുരിശിലൂടെയാണ്. ഓശാന കുരിശിൻ്റെ വഴിക്കുള്ള ആഹ്വാനമാണ്, ഒരുക്കമാണ്, രക്ഷയിലേക്കുള്ള ക്ഷണമാണ്. ആമേൻ.